കൃഷ്ണായനം 44 കാളിയ മർദ്ദനം. കൊടുങ്കാറ്റിൻ്റെ ഭീഷണഘോഷത്തോടെ ഭൂൽക്കാരം പുറപ്പെടുവിച്ചും പാലാഴിയിൽ മന്ദരപർവ്വതം ചുറ്റിക്കറങ്ങിയതുപോലെ വാല് ചുഴറ്റി ജലം കറക്കിയും 1000 പത്തികൾ ഒറ്റയുടലിൽ ഒരുമിച്ചുയർത്തി തെളിച്ചും തീക്കനലും തോൽക്കുമാറ് കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചും കാളിയൻ ഊറ്റം തള്ളി ജലം വകഞ്ഞു മാറ്റി കയറി വന്നു. പത്തിയുയർത്തി അവൻ അകലേക്ക് നോക്കി. കടമ്പിൻ്റെ ചുവട്ടിൽ ഒരു കുട്ടി ജലധാരയിൽ മുഴുകി മറിയുന്നു. ആരാണവൻ? ആരായാലും ധൈര്യം അപാരം തന്നെ. ബാലനായതിനാൽ സത്യമറിയാതെ മുഗ്ധാംഗപാങ്കനായി കുളിക്കുകയാവാം. എന്നാലും അവൻ്റെ ചാഞ്ചാട്ടത്തിൽ കാളിന്തി ഇളകിയാടുകയാണല്ലോ. ആ ചലനത്തിന് അതിദ്രുത നടനതാളമുണ്ട് താനും. പക്ഷേ അവനെ വെറുതെ വിടാൻ പാടില്ല, ഭയപ്പെടുത്തണം, ഫലം നൽകുകയും വേണം. ഈ ചിന്തയോടെ കാളിയൻ മുന്നോട്ട് പാഞ്ഞു. മൃദുഹാസം കണ്ണൻ്റെ പൂഞ്ചുണ്ടിൽ വിരിഞ്ഞു. മൃദുതാളം കണ്ണൻ്റെ പാദപദ്മത്തിൽ ഉതിർന്നു. മൃദുഗാനം കണ്ണൻ്റെ അരുമരസനയിൽ ഉരിയിട്ടു. കാളിയൻ കാളിന്തി കലക്കി മറിച്ച് വൻ തിരമാലയിളക്കിയുയർത്തി കണ്ണൻ്റെ സമീപത്തെത്തി. നേർത്ത തിരകൾക്കിടയിൽ 1000 മാരിവില്ലിൻ്റെ കാന്തിയോടെ അവൻ കണ്ണനെ കണ്ടു. ഉണ്ണിക്കണ്ണൻ്റെ തിരുരൂപം എത്ര ശ്രമിച്ചിട്ടും കാളിയന് പൂർണ്ണ ബോധ്യമായില്ല. കേശവനെ നശിപ്പിക്കണമെന്നുറച്ച് കാളിയൻ വാലുകൊണ്ട് അവനെ ചുറ്റി വരിയുവാൻ നോക്കി. കാളിയന് അനായാസം അത് കഴിഞ്ഞു. വാലുകൊണ്ട് കണ്ണൻ്റെ ഉടലിൽ കാളിയൻ അനേകം കുരുക്കുകൾ ഇട്ടു. ഇനി ഭണമുയർത്തി ഒന്ന് ദംശിക്കുകയേ വേണ്ടു അഹങ്കാരിയായ കാലിച്ചെറുക്കൻ മരിക്കുവാൻ. കാളിയൻ്റെ മനസ്സിൽ വിജയത്തിൻ്റെ ആഹ്ലാദം തുടികൊട്ടി. അവൻ കരയിലേക്ക് നോക്കി. അനേകം ബാലന്മാരും കാലികളും ബോധമറ്റ് കിടക്കുന്നു. അവറ്റകൾ മരിച്ചത് തന്നെ. ആ ഊറ്റം കാളിയനിൽ ദർപ്പം മുറ്റിച്ചു. അഹങ്കാരിയായ ഫണീന്ദ്രൻ ഭോഗീന്ദ്രശായിയെ ദംശിക്കുവാൻ മുതിർന്നു. കേശവൻ ഉടൽ ലേശം വലുതാക്കി. ശരീരം പെരുകിയപ്പോൾ കാളിയൻ്റെ ശരീരത്തിലെ അസ്ഥികൾ വലിഞ്ഞു. വേദന തുളിച്ചു. അറിയാതെ ബന്ധനം അഴിഞ്ഞു. കാളിയൻ വെട്ടിത്തിരിയും മുമ്പ് തിരമുറിച്ച് കണ്ണൻ ഫണീന്ദ്രൻ്റെ ഫണാകലാപത്തിൽ കുതിച്ചു കയറി. മിന്നൽ കൊടി മഞ്ഞിലിറങ്ങി മിന്നി മിന്നും പോലെ തോന്നി ആ കയറി മറച്ചിൽ. വിശാലവും നൃത്തശാല പോലെ ഭംഗിയാർന്നതുമായ ഫണിരാജൻ്റെ ത്രിവർണപത്തിയിൽ കാളിയ ദർപ്പഹരി പദ്മമർത്തി. ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കൊടുമുടി അടിയോടെ അടർന്നമരും പോലെ തോന്നി കാളിയന്. വേദന ഞരമ്പുകളിൽ അഗ്നി തുള്ളികളായി പതഞ്ഞുയർന്നപ്പോൾ അറിയാതെ പത്തികൾ താണു. കണ്ണൻ നിമിഷത്തിനുള്ളിൽ അടുത്ത പത്തിയിലേക്ക് കയറി. ചാഞ്ചക്കം ചാടിച്ചാടി ആ യാത്ര അനസ്യൂതമാക്കി. 1000 പത്തികളിലും നാഗാരിവാഹനൻ ചാടിക്കടന്നു. കിണഞ്ഞ് ശ്രമിച്ചിട്ടും കണ്ണനെ പത്തിയിൽ നിന്ന് മറിക്കുവാൻ കാളിയന് കഴിഞ്ഞില്ല. കണ്ണൻ്റെ ചലനം നടനമായി. ദേവകളുടെ ഹൃത്തടം സാത്വികാനന്ദത്താൽ തുടിച്ചു. ഛണൽ ഛണൽ ഝണൽ നാദമുതിർക്കുമാറ് കാൽത്തളകൾ കിലുങ്ങവേ, കിണി കിണി കിണിനാദം വർഷിക്കുമാറ് അരഞ്ഞാണം ഉലുങ്ങവേ, താളനിബദ്ധമായി കങ്കണനാദം അമൃതവാഹിയായി മുഴങ്ങവേ, പാദമമർത്തി താളമിണക്കി തരളിതഗാത്രനായി ശ്യാമളരൂപനായി കണ്ണൻ നടനം തുടങ്ങി. മഞ്ഞപ്പട്ടുടയാട ജലപാളികളേറ്റ് നനഞ്ഞുതിർന്നു. തിരുനെറുകയിൽ ചൂടിയ പിഞ്ചിക നടനത്തിൽ ചാഞ്ചാടി ഹിരൺമയ കാന്തിയിണക്കി. ഗോപികാരമണൻ്റെ തിരുനെടിലത്തിൽ പതിഞ്ഞ് ഗോരോചനക്കുറി ശ്രമസലിലത്തിൽ അയഞ്ഞു. വാർഗുനു ചില്ലിയിളകി കാലത്തിൻ്റെ രഹസ്യം സൂക്ഷിച്ചു. കുറുനിരകൾ മുത്തുമണികളായി ഗണ്ഡസ്ഥലത്തിൽ കമിഴ്ന്നു പറ്റി. വനമാല മാറിടത്തിൽ ചലനത്തിന് ഒത്തിളകി. മണിമാല കാന്തിയേകി. അക്ഷികൾ ഇമകൾക്ക് തുറ്റിട്ടു. പോളകളിൽ ഒട്ടൊളിച്ചും വിടർന്നും കാലത്തിൻ്റെ സത്യം തുറന്നു. കണ്ണൻ ദ്രുതചലനനായി. അംഗപരാഗം കാളിന്ദീജലത്തിൽ നനഞ്ഞുപറ്റി. അംഗങ്ങൾ ശോഭിച്ചു. ലളിതവും ഗുണമിളിതവും ചലന ലളിതവുമായ നടനം വിശ്വമോഹനം തന്നെയായിരുന്നു.
അരവിന്ദലോചനൻ അകം തെളിഞ്ഞ് അഹം മറിഞ്ഞ് അകം മാറ്റുവാൻ നടനം നടത്തി. കേശവൻ്റെ ഓരോ പാദപതനവും ശക്തിയായ താടനമായാണ് കാളിയന് തോന്നിയത്. ചിന്തകൾക്ക് പോലും സമയമേകാതെ ചലനം ശക്തമായി. പത്തികൾ ചതച്ചു. ശക്തിയായ ആ പ്രഹരത്തിൽ നിന്ന് മോചനം നേടുവാൻ കാളിയൻ ആവതും ശ്രമിച്ചു. ഇല്ല, ഈ നടനത്തിൽ നിന്ന് തനിക്ക് മോചനമില്ല. ഒരു ഉൾവിളിയായി ഈ പരമാർത്ഥം കാളിയൻ്റെ ഹൃത്തടത്തിൽ വന്നു വീണു. ആരാണീ ബാലൻ? മണിച്ചിലങ്ക കിലുക്കി മധുരമായ നൃത്തം ചെയ്യുന്ന ചാരുരൂപൻ സാധാരണക്കാരൻ അല്ല തന്നെ. മയിൽപീലി തിരുമുടി ചാർത്ത് വിളങ്ങുന്ന ഈ കനകരൂപൻ കാലം വെന്നവൻ തന്നെ. സത്യശിവസുന്ദരമായ നടനം കൊണ്ട് നടരാജമൂർത്തി പോലും ഹൃദയലോലുപനായി വികാര തരളിതനായി വിരാജിക്കുന്ന ദേവേന്ദ്രൻ അതിമധുരമായ നൃത്തത്തിൽ ലയിച്ചു നിന്നു. പെട്ടെന്ന് കാളിൻ്റെ നെഞ്ചിൽ എന്തോ വിലങ്ങിയതുപോലെ തോന്നി. കണ്ണിൽ അഗ്നി പാളി തുടങ്ങുന്നു. തൊണ്ട വരിഞ്ഞു മുറുകുന്നു. വാലിൻ്റെ പുച്ഛം ഉള്ളിലേക്ക് വലിഞ്ഞു കയറുന്നത് പോലെ ഒന്ന് പിടഞ്ഞു. അറിയാതെ ഞരങ്ങി. തൊണ്ടയിൽ എന്തോ പൊട്ടിത്തകർന്നു. കവിളിൽ നിറഞ്ഞു. അറിയാതെ വായ തുറന്നു. രക്തം, കട്ട പിടിച്ച രക്തം. ചുവപ്പും നേരിയ കറുപ്പും കലർന്ന ശോണിതം. കുരുതി ജലം പോലെ. പൂക്കുറ്റിയിൽ നിന്ന് ജലധാര ചീറ്റും പോലെ കാളിയനിൽ നിന്ന് രക്തം പടർന്ന് പരന്നു. കാളിന്തിയിൽ രക്തം കലർന്നു. ഒന്നല്ല, 1000 പത്തിയിൽ നിന്ന് രക്തമൊഴുകിയിറങ്ങി. അക്ഷികൾ ലക്ഷ്യസ്ഥാനത്ത് ഉറയ്ക്കുന്നില്ല. കാഴ്ച മങ്ങുന്നു. ചിന്തകൾ കടപുഴകി പോകുന്നു. ഓർമ്മകൾ കലിക്കുന്നു. വയ്യ വയ്യ, തളരുകയാണ്. കണ്ണന് അപ്പോഴും കാളിയൻ നർത്തനവേദിയായി. ഫണിരാജൻ്റെ ഊറ്റം കുറഞ്ഞു. അവൻ്റെ മനസ്സിൽ ചില ചിന്തകൾ വന്നു വീണു. കണ്ണൻ കാളിന്തിയിലേക്ക് പോവുകയാണെന്ന് ധരിച്ച ശ്രീദാമാവ് വൃന്ദാവനത്തിലേക്ക് വലിഞ്ഞോടുകയായിരുന്നു. നന്ദഗോപൻ്റെ ഭവനാങ്കണത്തിലെത്തിയപ്പോഴേക്കും അവൻ നന്നേ തളർന്നുപോയി. എന്നിട്ടും ശ്വാസമെടുത്ത് അവൻ വിളിച്ചു പറഞ്ഞു. കണ്ണൻ കാളിന്തിക്കരയിലേക്ക് പോയി. തടഞ്ഞിട്ടും നിന്നില്ല. ശ്രീദാമാവ് തളർന്നിരുന്നു. നന്ദഗോപനും യശോദയും പറന്നെത്തി. ശ്രീദാമാവ് ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. കിതപ്പിൽ എല്ലാം പറയുവാൻ അവന് കഴിഞ്ഞില്ല. ആവേഗത്തിൽ എല്ലാം കേൾക്കുവാൻ അവർക്കും കഴിഞ്ഞില്ല. വാർത്ത ദാവാഗ്നിയായി വൃന്ദാവനത്തെ നക്കിത്തുടച്ചു. വേദന കൊണ്ട് വീർത്ത് ആർത്തരായ ഗോപന്മാർ നന്ദൻ്റെ ഭവനത്തിലേക്ക് പാഞ്ഞു വന്നു. നന്ദഗോപനും യശോദയും വൃഷഭാനുവും രാധയും രാമനും ഓട്ടമായി യമുനയുടെ കരയിലൂടെ അവർ പാഞ്ഞു. യശോദ ഇളമുള പൊട്ടും പോലെ കരയുകയായിരുന്നു. കാളിയനെക്കുറിച്ച് അവർക്കറിയാം. കണ്ണൻ്റെ കുസൃതി കൊണ്ട് അവനോട് പറയാതിരുന്നതാണ്. അറിഞ്ഞാൽ ആ തടത്തിൽ പോകണം എന്നവൻ ശാഠ്യം പിടിക്കും. അതോർത്താണ് ഉരിയാടാതിരുന്നത്. പക്ഷെ നിരീക്ഷിച്ചതുപോലെ വന്നു. കാളിയൻ്റെ വിഷമേറ്റാൽ ആരാണ് ജീവിക്കുക? വൃന്ദാവനം കാളിന്തി തടത്തിലേക്ക് പെരുവെള്ളം പോലെ പായുകയാണ്. ഇടയ്ക്ക് കമഴ്ന്നും വസ്ത്രങ്ങൾ കീറിയും കെട്ടഴിഞ്ഞ കബരി ഒട്ടു തീർത്തും വള്ളികളും മുള്ളുകളും വലിഞ്ഞ് കളയേബരത്തിൽ ചോര പൊടിഞ്ഞും യശോദ മുമ്പേ ഓടുകയാണ്. കാളിന്തി തടത്തിൽ അവർ എത്തി. വിലാസലോലനായി മൃദുഹാസവദനായി തുടിച്ചു നിൽക്കുന്ന കടലൊളി വർണ്ണനെയാണ് അമ്മ കണ്ടത്. തീ പോലെ തിളങ്ങുന്ന കണ്ണുകൾ തള്ളി രക്തം വമിക്കുന്ന പത്തികളുമായി കാളിന്തി കയത്തിൽ അമരുന്ന കാളിയനെ കണ്ടപ്പോൾ യശോദ ശോകമൂകയായി. അവരുടെ നിലവിളി ആരുണ്ട് കേൾക്കുവാൻ? കണ്ണാ, പൊന്നുണ്ണിക്കണ്ണാ, മകനെ പോരൂ, കാളിയൻ കൊത്തിക്കൊല്ലും, വേഗം വരൂ മകനെ. പക്ഷെ തിരയിളകി കാളിന്തി ആർത്തലച്ച് ഉന്മാദമേളം തുള്ളുമ്പോൾ യശോദയുടെ വാക്കുകൾ വനരോധനമായി. ഗോപന്മാർ അത്ഭുതം കൂറി. ഗോപികമാർ മാഴ്കി. കാളിയൻ തളരുകയാണ്. എത്ര ശ്രമിച്ചിട്ടും പത്തി ഉയർത്തുവാൻ സർപ്പരാജാവിന് കഴിയുന്നില്ല. തൻ്റെ ജീവൻ വിട്ട് പിരിവാൻ കാലമാകുന്നു എന്ന് ഫണിരാജന് ബോധ്യമായി. ദർപ്പമടങ്ങി. അഘം പോയി. മനം തെളിഞ്ഞു. നാരായണൻ്റെ രൂപം മനസ്സിൽ ഉറച്ചു. പത്തികൾ താഴുകയാണ്. ജലത്തിന് മുകളിൽ നിർത്തുവാൻ ആവുന്നില്ല. ബോധമണ്ഡലം മറയുകയാണ്. കണ്ണുകളിൽ കാളിമ പടർന്നു. മനസ്സിൽ മരവിപ്പ് ബാധിച്ചു. പുച്ഛം അനങ്ങാതെയായി. ജലം പണ്ടേ പോലെ ഉയരുന്നില്ല. 1000 മിന്നലുകൾ പത്തികളിൽ പാളുന്നു. ഇനി വയ്യ. കാളിയൻ മരിക്കുമെന്ന് നാഗിനിക്ക് ഉറപ്പായി.
ഭർത്താവിൻ്റെ പത്തികളിൽ നൃത്തമാടി രസിക്കുന്ന വനമാലി വിഷ്ണുവാണ് എന്നും അവർക്ക് ബോധ്യമായി. നാഗിനിയും സന്താനങ്ങളും കണ്ണൻ്റെ നികടത്തിൽ ഉയർന്നു വന്നു. അവർ വെണ്ണക്കണ്ണനെ പ്രാർത്ഥിച്ചു. ഹൃദയമുരുകി ബാഷ്പനീരായി പ്രവഹിക്കുമാറ് പ്രാർത്ഥിച്ചു. ഗോലോകപതിയായി അഖില ബ്രഹ്മാണ്ട നായകനായി പരിപൂർണതമനായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം. രാധാപതിയും നന്ദസുനുവും യശോദാനന്ദനനുമായ അങ്ങയെ ഞങ്ങൾ പ്രണമിക്കുന്നു. ഞങ്ങളിൽ കനിവ് തോന്നി ദീനനായ ഞങ്ങളുടെ നാഥനെ അങ്ങ് രക്ഷിക്കണം. ദീനവത്സലനാണ് അങ്ങ്. യദുകുല നായകനായ അങ്ങ് ഞങ്ങളെ സനാഥകളാക്കണം. ഈ പ്രാർത്ഥന കണ്ണൻ്റെ അകക്കണ്ണിൽ ദയവുണ്ടാക്കി. അദ്ദേഹം നൃത്തം മതിയാക്കി. ആകാശത്തു നിന്ന് പുഷ്പങ്ങൾ ചെരിഞ്ഞുകൊണ്ടിരുന്നു. കണ്ണൻ ജലത്തിൽ നീന്തി. കാളിയൻ അഹന്ത മാറ്റി കണ്ണനെ പ്രാർത്ഥിച്ചു. ദേവദേവ, എന്നോട് പൊറുക്കണമേ. അറിവില്ലാതെ അഹങ്കരിച്ചത് നിമിത്തം വന്നുപോയ അപരാധമാണിവയെല്ലാം. അങ്ങ് എൻ്റെ മതാന്ധകാരം മാറ്റി ഹൃദയാകാശത്തിൽ പ്രകാശം പരത്തി. മിഴി തുറന്ന് ഞാൻ പൂർണ്ണത കാണുന്നു. എൻ്റെ പത്തികൾ ചതഞ്ഞതിൽ എനിക്ക് ദുഃഖമില്ല. കരൾ പൊട്ടിയതിൽ വേദനയില്ല. വിഷം തുപ്പിയതിൽ ആമയവുമില്ല. യദുനാഥ, അങ്ങെന്നെ പൂർണ്ണനാക്കി. ഇങ്ങനെ പ്രാർത്ഥിച്ച് കാളിയൻ കണ്ണനെ തൊഴുതു. കേശവൻ പറഞ്ഞു, കശ്യപതനുജ, കാളിന്തി നീ വിട്ടൊഴിയണം. രമണക ദ്വീപിലേക്ക് പോകണം. ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടി സുഖമായി അവിടെ വസിക്കുക. ദേവേശ, അങ്ങയുടെ യാജ്ഞ അനുസരിച്ച് ഞാൻ പോകാം. എന്നാൽ അങ്ങയുടെ വാഹനമായ ഗരുഡൻ എന്നെ ഉപദ്രവിക്കരുത്. കുടുംബ വൈരമാണ് ഇതിന് കാരണം. വിനതാതനയൻ്റെ ശത്രുത്വത്തിൽ നിന്ന് എനിക്ക് മോചനം തരണം. കണ്ണൻ പറഞ്ഞു, സുഹൃത്തെ, നിനക്കിനി ഒരാപത്തും വരികയില്ല. എൻ്റെ പാദം നിന്നിൽ പതിഞ്ഞിരിക്കുന്നു. അത് മതി. ഗരുഡൻ നിന്നെ ബഹുമാനിക്കും. ധൈര്യമായി പോവുക. കാളിയന് ആശ്വാസമായി. നിതാന്ത ശത്രു ഒഴിവായിരിക്കുന്നു. കാളിയൻ ദാമോദരനോട് പറഞ്ഞു, ഭഗവാനെ, ലോകമോഹനമായ ആ നൃത്തം ദേവകൾക്ക് ഇമ്പം പകർന്നു. ഈ പത്തിയിൽ അങ്ങൊരിക്കൽ കൂടി വാണാലും ദേവ, അങ്ങേ ഞാൻ തീരത്തണയ്ക്കാം. കണ്ണൻ കാളിയൻ്റെ കളായ പത്തിയിൽ കയറി. അഭിമാനത്തോടെ കാളിയൻ കണ്ണനെ തീരത്തണച്ചു. കണ്ണൻ തീരത്ത് വന്നതോടെ ബാലന്മാരും കാലികളും ജീവിച്ചെഴുന്നേറ്റു. കാളിയൻ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് രമണക ദ്വീപിലേക്ക് പോയി. മണൽത്തിട്ടയിലെത്തിയ കണ്ണൻ അമ്മയുടെ ചാരത്തെ കൂടി. യശോദയുടെ സമീപത്ത് തന്നെ രാധയും ഉണ്ടായിരുന്നു. കണ്ണൻ രാധയെ നോക്കി കണ്ണിറക്കി. അമ്മ മകനെ വാരിയെടുത്ത് ചുംബിച്ചു. കണ്ണൻ അമ്മയ്ക്ക് മുത്തം നൽകി. യശോദ നിരുദ്ധകണ്ഠയായി ഏറെ നേരം നിന്നു. മകൻ്റെ മൂർധാവിൽ പലവുരു ചുംബിക്കുവാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. എല്ലാവരിലും ആശ്വാസം പരന്നു. പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാവുന്ന ബലരാമൻ മാത്രം അനങ്ങാതെ നിന്നു. എല്ലാവർക്കും കാളിയൻ്റെ കഥകൾ മാത്രമേ പറയുവാനുള്ളൂ. സായാഹ്നമാകുന്നു. അപ്പോൾ ഏതാനും ശിഷ്യന്മാരുമൊത്ത് ഗർഗമഹാമുനി വന്നു. കണ്ണൻ മുനിയെ വന്ദിച്ചു. ഗർഗൻ കേശവനെ ഓമനിച്ചു. നന്ദഗോപൻ അവിടെ നടന്ന കാര്യങ്ങൾ ആചാര്യനെ ധരിപ്പിച്ചു. ആചാര്യൻ ആദിനായകൻ്റെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, കാളിയൻ അത്ര നിസ്സാരനല്ല. അവന് ഒരു പൂർവ്വകഥയുണ്ട്. അത് ഞാൻ പറയാം. കഥ കേൾക്കുവാൻ എല്ലാവരും ഉത്സുകരായി. ഗർഗൻ കാളിയൻ്റെ ഗതകാല ജീവിതം പറഞ്ഞു. സായംഭൂ മന്വന്തരത്തിലാണ് സംഭവം നടക്കുന്നത്. അന്ന് വിന്ധ്യപർവ്വതത്തിൽ വേദശിരസെന്ന മഹർഷി തപസ് ചെയ്ത് വസിച്ചിരുന്നു. സമർത്ഥനും ശക്തനുമായ മഹർഷിയായിരുന്നു വേദശിരസ്. അക്കാലത്ത് ഒരു ദിവസം മറ്റൊരു മഹർഷി ആശ്രമത്തിൽ കയറി വന്നു. അശ്വശിരസെന്നായിരുന്നു ആഗതൻ്റെ നാമം. 1-2 ദിവസം അതിഥിയായി വസിച്ചതിന് ശേഷം അശ്വശിരസ് പോകുമെന്നാണ് വേദശിരസ് ഉറച്ചത്. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അശ്വശിരസ് പോകുന്ന ലക്ഷണമില്ലായിരുന്നു. വേദശിരസിന് കോപം വന്നു. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ, അധിക നാൾ ഇനിയും ഇവിടെ വസിക്കുവാനാവുകയില്ല. ഈ ചെറിയ പർണശാലയിൽ നമുക്കൊരുമിച്ച് വസിക്കുവാൻ എവിടെയാണിടം? അതുകൊണ്ട് താങ്കൾ മറ്റൊരു സ്ഥലം നോക്കുന്നതാണ് നല്ലത്. ഇത് കേട്ടപ്പോൾ അശ്വശിരസ് പറഞ്ഞു, കൊള്ളാം, താങ്കളുടെ അഭിപ്രായം നന്നായിരിക്കുന്നു. വിന്ധ്യാചലം ആരുടെയെങ്കിലും തറവാട്ട് വകയാണോ? എനിക്കിഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ഞാൻ തപസ് ചെയ്യും. താങ്കൾക്ക് വേണമെങ്കിൽ മാറി താമസിച്ചു കൊള്ളുക. ധാർഷ്ട്യം തുളുമ്പുന്ന അശ്വശിരസിൻ്റെ വാക്കുകൾ കേട്ട് വേദശിരസ് അന്തം വിട്ടു.
തൻ്റെ പർണശാലയിൽ മധുര പക്വഫലങ്ങൾ ഭുജിച്ച് അതിഥിയായി താമസിച്ചതിന് ശേഷം ഇത്രയും ധിക്കാരം പറയുവാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്നോർത്ത് വേദശിരസ് അതിശയിച്ചു. അതിശയം കോപമായി. വേദശിരസ് അതിഥിയെ ശപിച്ചു. ഒരു പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് എന്നോട് കലമ്പുന്ന നീ പാമ്പായി തന്നെ ഭവിക്കട്ടെ. ശാപം കേട്ട് അശ്വശിരസും പറഞ്ഞു, ഇത്രയും നിസ്സാര കാര്യത്തിനായി എന്നെ ശപിച്ചതുകൊണ്ട് കാക്കയെപ്പോലെ കലമ്പൽ കൂട്ടുന്ന നീ ഒരു കാക്കയായി തന്നെ രൂപം മാറട്ടെ. ശാപവും പ്രതിശാപവും കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കോപം മാറി. തെറ്റ് മനസ്സിലാക്കി അവർ വിഷ്ണുവിനെ ധ്യാനിച്ചു. നാരായണൻ പ്രത്യക്ഷനായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഭക്തന്മാരാണ്. ഒരിക്കലും കോപം നല്ലതല്ല. എൻ്റെ ഭക്തന്മാരായ നിങ്ങൾ ഇത്രയും കോപിക്കുവാൻ പാടില്ലായിരുന്നു. ഭക്തന്മാരായ നിങ്ങൾ സത്യവാക്കുകളുമാണ്. അതുകൊണ്ട് ശാപം ഫലിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വാക്കുകളുടെ അനന്തരഫലം ഒഴിവാക്കുവാൻ എനിക്ക് കഴിയുമെങ്കിലും ഞാൻ അങ്ങനെ ചെയ്താൽ വാക്കുകൾ അസത്യമായി ഭവിക്കും. ഒരു കാര്യം മാത്രം ചെയ്യാം. അശ്വശിരസിൻ്റെ മൂർധാവിൽ പാദങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കാം. അങ്ങേക്ക് ഗരുഡഭയം ഉണ്ടാവുന്നതല്ല. വേദശിരസിനോട് ഭഗവാൻ പറഞ്ഞു, കാക്കയായി അങ്ങ് ഭവിക്കുമെങ്കിലും ത്രികാലജ്ഞാനവും യോഗസിദ്ധികളും ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഭൂസുണ്ടൻ എന്ന നാമത്തിൽ വേദശിരസ് കാകനായി വസിച്ചു. രാമഭക്തനായിരുന്നു കാകൻ. സർവശാസ്ത്ര വിശാരദനായ ഈ കാകനാണ് ഗരുഡന് രാമായണം ഉപദേശിച്ചു കൊടുത്തത്. കാലം കഴിഞ്ഞു. കദ്രുവിൻ്റെ മക്കളായി സർപ്പങ്ങൾ പിറന്നു. പ്രപഞ്ചത്തിൻ്റെ എല്ലാ തലത്തിലും അവർ ചിതറി വളർന്നു. അനന്തനായിരുന്നു മൂത്തവൻ. ശക്തിമാനായ അനന്തനെ ആദിനാരായണൻ തൻ്റെ മെത്തയാക്കി. അനന്തൻ്റെ അനുജനായി കാളിയൻ ജനിച്ചു. അശ്വശിരസിൻ്റെ ജന്മമായിരുന്നു കാളിയൻ. കാളിയൻ മറ്റ് സർപ്പങ്ങളോടൊപ്പം രമണക ദ്വീപിൽ വസിച്ചു. എന്നാൽ ആരെയും അനുസരിക്കുന്ന ശീലം കാളിയന് ഉണ്ടായിരുന്നില്ല. സർപ്പങ്ങൾ വിനയാതനേന് നൽകിയ ബലി കാളിയൻ നിഷേധിക്കുകയും ഗരുഡനുമായി മത്സരമുണ്ടാവുകയും ചെയ്തു. ആ മത്സരത്തിൽ പരാജയമടഞ്ഞ കാളിയൻ കാളിന്തിയിൽ താമസമായി. മുൻ നിശ്ചയപ്രകാരം ഭഗവാൻ അവൻ്റെ ശിരസിൽ പാദങ്ങൾ വയ്ക്കുകയും ഗരുഡഭയത്തിൽ നിന്ന് കാളിയൻ മോചിതനാവുകയും ചെയ്തു. ഗർഗൻ കഥ പറഞ്ഞവസാനിപ്പിച്ചു. ഒരു നിമിഷമേ കേശവൻ പരമേഷ്ടിയാണെന്ന ബോധം അവർക്കുണ്ടായുള്ളൂ. അവതാര ലീലകളാടുവാൻ മായ കൊണ്ട് അവരുടെ മനസ്സ് ജഗത് നായകൻ മറച്ചു. കണ്ണനെ നന്ദഗോപൻ്റെ മകനായി മാത്രമേ അവർക്ക് കാണുവാനായുള്ളൂ. ബലരാമൻ കാളിയൻ്റെ യാത്ര നോക്കി നിന്നു. അനുജന് മോക്ഷം ലഭിച്ചതിൽ ആഹ്ലാദിച്ചത് ആദിശേഷാവതാരമായ ബലരാമൻ തന്നെയായിരുന്നു. കഥകൾ പറഞ്ഞതിനു ശേഷം ഗർഗാചാര്യൻ ശിഷ്യന്മാരുമൊത്ത് നടന്നു.